നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പൂവം, പൂവകം, പൂവെണ്ണ, കുരുട്ടുമാവ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പൂവകത്തിനെയാണ്. സാപ്പിൻഡേസിയ ഫാമിലിയിൽപ്പെടുന്ന പൂവകത്തിൻ്റെ ശാസ്ത്രീയ നാമം ഷെഹലിസെറ ഒലിയോസ എന്നാണ്. ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം, കർണാടകം എന്നിവിടങ്ങളിലെ നനവാർന്ന അർദ്ധഹരിത വനങ്ങളിലും ഇലപൊഴിക്കും കാടുകളിലും ഏകദേശം 3000 അടി ഉയരം വരെയുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഇല പൊഴിക്കുന്ന വൻമരമാണിത്. ഇരുവശത്തും അഭിമുഖമായി ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾക്ക് കടും പച്ച നിറമാണ്. ഏകദേശം 7 മുതൽ 22 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാവാറുണ്ട്. തളിരിലകൾ നല്ല തിളക്കമാർന്ന ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ തടി വളരെ കനമുള്ളതും ഉറപ്പുള്ളതും ചുവപ്പ് കലർന്ന കാപ്പി നിറത്തിലുള്ളതുമാണ്. ഇത് ഉലക്ക നിർമ്മാണത്തിനും മരച്ചക്കിൻ്റെ കണ നിർമ്മാണത്തിനും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ശാഖാഗ്രത്തിലായി മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂവുകൾ കുലകളായി വിരിയുന്നു. ഇതിൻ്റെ ഫലത്തിന് ഏകദേശം 3 സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ട്. പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഫലത്തിൻ്റെ അറ്റത്തായി ചെറിയ നീളത്തിലുള്ള മുള്ളും കാണപ്പെടുന്നു. ഇതിനുള്ളിലുള്ള വിത്തിനെ പൊതിഞ്ഞ് ഒരു പത്രിയുണ്ട്. അത് ഭക്ഷ്യയോഗ്യമാണ്. ഈ വിത്തിൽ നിന്നും എണ്ണ ലഭിക്കുന്നു. ഈ മരത്തിൽ ധാരാളം കോലരക്ക് പ്രാണികൾ കണ്ടുവരുന്നുണ്ട്. കൃമിവൃക്ഷം, കോശാമ്രം, വനാമ്രം, ലാക്ഷാവൃക്ഷം എന്നെല്ലാമാണ് സംസ്കൃതത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസഘടകങ്ങൾ ഗ്ലൂക്കോസൈഡ്സ്, ടാനിൻ, ഫൈബർ തുടങ്ങിയവയാണ്. ഇതിൻ്റെ പഴുക്കാത്ത ഫലം പുളിയുള്ളതും പഴുത്താൽ നല്ല മധുരമുള്ളതുമാണ്. രണ്ടിനും ഉഷ്ണവീര്യമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന തൊലിയിലെ അസുഖങ്ങൾക്കും കൃമിക്കും ധാരാളമായി ഉപയോഗിച്ചു വരുന്ന പൂവത്തിൻ്റെ ആയുർവേദത്തിലെ മറ്റു ഉപയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. പൂവത്ത് വളരെ ഉറപ്പുള്ളൊരു മരം. അതിൻ്റെ എസൻസ് എടുക്കാൻ വളരെയധികം തിളപ്പിച്ചിട്ട് വേണം അതിൻ്റെ എസൻസ് എടുക്കാൻ. ഇതിട്ട് ഇതിൻ്റെ തൊലി എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളച്ച ഒരു കഷായം പോലെ ആക്കിയിട്ട് ഈ വേദനയുള്ള ശരീരഭാഗത്ത് ധാര ചെയ്താൽ വളരെ ഗുണമാണ്. പിന്നെ ഇതിൻ്റെ ഇതെന്നൊരു എണ്ണ ഉണ്ട്. ആ എണ്ണ എടുത്തിട്ട് ഈ ചൊറിയുള്ള ഭാഗത്ത് വരെ പ്രത്യേകിച്ച് പാമാന്, സ്കാബീസ്, അതുപോലെ പാമാന്, ഫംഗലായിട്ട് ഇൻഫെക്ഷൻസൊക്കെ ഇത് എക്സ്റ്റേണൽ അപ്ലിക്കേഷന് കൊടുക്കാവുന്നത് ഇതിൻ്റെ ഈ എണ്ണ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഉപയോഗപ്രദം ഇതൊരു ശീതവീര്യമാണ്. തണുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചെടി കൂടുതലും. പൂവത്തിൻ്റെ തടിയാണ് ഈ ചക്ക് ആട്ടിനിൻ്റെ ആ ചക്കിൽ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് തേയില്ല. അതേസമയം ഈ എണ്ണ ഇങ്ങനെ കുറേശ്ശെ വലിച്ചെടുത്ത് അവസാനം ഒരു 8-10 കൊല്ലത്തോളം നിന്ന് അത് സോഫ്റ്റ് ആവും. അവസാനം ഈ എണ്ണ വലിച്ചെടുത്തിട്ട് അതിന് ആ ചക്രം എന്നല്ലേ കണ എന്ന് പറയും. ആ കണയിൽ നിന്ന് ഒരു എണ്ണ എടുക്കാണ്ട്, അതായത് കുറേ കാലം അത് ചക്കാട്ടിയിട്ട് അത് അവസാനിക്കാറായി കഴിഞ്ഞാൽ അത് എടുത്തിട്ട് കൊത്തി നുറുക്കിയിട്ട് അത് തിളപ്പിച്ച് അതിന് തൈലെടുക്കും. ഇതിന് ആയുർവേദത്തിൽ ചക്ര തൈലം എന്ന് പേര് പറയും. ചക്രതൈലം വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ ഈ കണയെണ്ണ വിഷശമനമാണ്. ഈ കീടങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്രതൈലം സേജ എന്ന് പറയും. ചക്രതൈലം കൊണ്ട് ധാര ചെയ്യാം, അത് പരട്ടാം. പിന്നെ ഈ ഉണങ്ങാത്ത മുറിവിന് വേണമെങ്കിൽ പരട്ടാം, തൊലി വിണ്ട് കീറുന്നതിന് പരട്ടാം. വളരെ അത്ഭുത സിദ്ധിയുള്ളൊരു ഉള്ള ഈ ഔഷധമാണ് ഈ കണയെണ്ണ അല്ലെങ്കിൽ ചക്രതൈലം. അതിൽ ഏറ്റവും ബേസിക് ഈ പൂവത്തോണ്ടാണ് ഉണ്ടാക്കുന്നത്.